ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേഡൻലൈവ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് പിക്ചർ ഇൻ പിക്ചർ എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ അതിനു വേണ്ടി ഇവിടെ 2 വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്യിക്കാം. ജസ്റ്റ് ഒരു വാട്ടർഫാളിൻ്റെ വീഡിയോയാണിത്. ഇത് അടുത്ത വീഡിയോ. ഈ 2 വീഡിയോയും വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പിക്ചർ ഇൻ പിക്ചർ എഫക്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഞാൻ വീഡിയോ ക്ലോസ് ചെയ്യുന്നു. അതിനുവേണ്ടി ഞാൻ കേഡൻലൈവ് ഓപ്പൺ ചെയ്യുന്നു. കേഡൻലൈവ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ 2 വീഡിയോയും നമ്മുടെ കേഡൻലൈവിലേക്ക് ആഡ് ചെയ്യുന്നു. ഇനി എനിക്ക് ആ വാട്ടർഫാളിൻ്റെ വീഡിയോ ആദ്യത്തെ വീഡിയോ ആയിട്ടും ഇനി അതിൻ്റെ മുകളിലുള്ള വീഡിയോ, അതായത് ഈ കുരങ്ങ് ഉൾപ്പെട്ടിട്ടുള്ള വീഡിയോ അതിൻ്റെ ഉള്ളിലായിട്ടും വരുന്ന പോലെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോ, അതായത് വാട്ടർഫാളിൻ്റെ വീഡിയോ V1ലേക്ക് ആഡ് ചെയ്തു. ഞാൻ ഇവിടെ ഒരു വീഡിയോ ടാബ് കൂടെ ഇൻസേർട്ട് ചെയ്യുന്നു. ഇനി ആ കുരങ്ങൻ്റെ വീഡിയോ രണ്ടാമത്തെ ഇതിലേക്കും, അതായത് V2ലേക്കും ആഡ് ചെയ്യുന്നു. ഇപ്പോൾ 2 വീഡിയോയും നമ്മുടെ ടൈം ലൈനിൽ വന്നു കഴിഞ്ഞു. ഇനി ആ എഫക്റ്റ് കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നിട്ട് എഫക്ട്സിൽ വന്നിട്ട് ട്രാൻസ്ഫോം എന്ന് സെർച്ച് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ഞാൻ ഈ വീഡിയോക്ക് മുകളിലേക്ക് ഡ്രാഗ് ചെയ്തിടുന്നു. ഇനി അത് ഈ വീഡിയോയുടെ സൈസിന് കറക്റ്റായിട്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്തു വെക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. അതിനുശേഷം ഇതിൻ്റെ വാല്യൂ മാറ്റി കൊടുക്കണം. അതായത് നമുക്ക് പിക്ചർ ഇൻ പിക്ചർ എഫക്റ്റ് വരുന്നതിന് വേണ്ടി ഇതിൻ്റെ വാല്യൂ സൈസ് ചെറുതാക്കി കൊടുക്കണം. ഞാൻ ഇവിടെ ഒരു 40 കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ മുകളിലുള്ള വീഡിയോ ചെറുതായതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്ക്രോൾ ചെയ്തുകൊണ്ടും ഇതുപോലെ ചെറുതാക്കാൻ പറ്റും. ഞാൻ സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് ആ വീഡിയോ ചെറുതാവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനൊരു 35 കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾക്കത് എവിടെയാണോ വേണ്ടത്, സെൻറ്ററിലാണെങ്കിൽ സെൻറ്ററിൽ, ഏതെങ്കിലും കോർണറിലാണെങ്കിൽ കോർണറിൽ നിങ്ങൾക്ക് ഇതുപോലെ മൂവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി അതല്ലാതെ ഇതിൻ്റെ X വാല്യൂവും Y വാല്യൂവും കൊടുത്തിട്ടും നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഞാൻ Xൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്ക്രോൾ ചെയ്യുന്നു. അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറുന്നത് കാണാൻ പറ്റും. ഞാൻ അതൊരു 100 ആക്കി വെക്കുന്നു. Y വാല്യൂ ഒരു 50 ആക്കുന്നു. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പാസിറ്റി കുറക്കണമെങ്കിലും അതേപോലെ റൊട്ടേഷൻ ചെയ്ത് വെക്കണമെങ്കിലും എല്ലാം സാധിക്കും. ഞാൻ ഇതിൻ്റെ ഒപ്പാസിറ്റിയും കുറച്ച് ഇതേപോലെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇതേപോലെ നീക്കിക്കൊണ്ട് കുറച്ച് വെക്കുന്നു. ഒരു 75 വെക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം നമുക്ക്. അതാ, ഇപ്പോൾ വീഡിയോക്ക് പിക്ചർ ഇൻ എഫക്റ്റ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.